أعوذ بالله من الشيطان الرجيم ليس عليك هداهم ولكن الله يهدي من يشاء وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون. 272 വചനം നമ്മളത് പൂർണ്ണമായി വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലൈസ അലൈക ഹുദാഹും, ജനങ്ങളെ സന്മാർഗത്തിലാക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കില്ല. വലാകിൻ അല്ലാഹ യഹ്ദി യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിനാക്കുന്നു. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസിക്കും, നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് തേടിക്കൊണ്ട് മാത്രമാണല്ലോ നിങ്ങൾ ചിലവഴിക്കുന്നത്. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും, നിങ്ങൾ ചെലവഴിക്കുന്ന ഏത് നന്മയുടെയും പ്രതിഫലം നിങ്ങൾക്ക് പരിപൂർണമായി ലഭിക്കുന്നതാണ്. വഅൻതും ലാ തുളമൂൻ, നിങ്ങളോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. നമുക്ക് ഈ വചനം ഒന്ന് തദബ്ബുർ ചെയ്ത് നോക്കാം സഹോദരങ്ങളെ. നോക്കൂ, ഈ വചനം പറയുന്ന ഒന്നാമത്തെ കാര്യം അൽ ഹിദായത്തു ലൈസത്ത് ബിയദിൽ ബഷർ എന്നതാണ്. ഹിദായത്ത് മനുഷ്യൻ്റെ കൈക്ക് നടക്കില്ല. റസൂലിനോടാ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസ അലൈക ഹുദാഹു, ലൈസ അലൈക ഹുദാഹു, നിങ്ങൾക്ക് നടക്കൂല നബിയെ. മനസ്സിലല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകാറുണ്ട്, ക്ഷീണിച്ചു പോകാറുണ്ട്. അല്ലേ? നമ്മൾ പറയും, എൻ്റെ മക്കളെ കാര്യത്തിൽ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി, എൻ്റെ അടുത്ത കുടുംബക്കാർ ഹിദായത്ത് കിട്ടുന്നില്ല, അവർക്ക് ഞാൻ അവരെ ക്ഷണിച്ചിട്ട് അവർ സ്വീകരിക്കണില്ല, അവരെൻ്റെ ദുനിയാവൊക്കെ സ്വീകരിക്കും, പക്ഷേ എൻ്റെ ദീൻ സ്വീകരിക്കണില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ? ഇവിടെയും ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ അതിൻ്റെ അവതരണ പശ്ചാത്തലം അതന്നെയാണ്. നമ്മളും പറയാറുണ്ട്, എൻ്റെ ദുനിയാവൊക്കെ അവർക്ക് വേണം, പക്ഷേ തൗഹീദ് അവർക്ക് വേണ്ട, എൻ്റെ ആദർശം അവർക്ക് വേണ്ട. ശരിക്കും ശ്രദ്ധിച്ചോളി, നമുക്കത് നമ്മുടെ ബാധ്യത എന്താ? അൽ ബലാഗ്. നോക്കൂ, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. 3 ബാധ്യതകളാണ് നമുക്കുള്ളത്. 1 അൽ ബലാഗ്, എത്തിച്ചു കൊടുക്കുക. 2 അൽ ഖുദ്വ, മാതൃകയാവുക. 3 അദ്ദുആ, ദുആ ചെയ്യുക. ബാക്കി ആരെടുത്താ? അള്ളാഹുവിൻ്റെ അടുത്താണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ എന്ത് ചെലവഴിച്ചാലും അതിൻ്റെ നന്മ മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് മുമ്പ് നമുക്കാണ് കിട്ടുക. നമ്മൾ ആർക്കാണോ കൊടുത്തത് അവർക്ക് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് കിട്ടും. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസിക്കും എന്ന് പറഞ്ഞതാണ്. നമ്മളെ വീക്ഷണത്തിൽ നമ്മൾ കൊടുത്താൽ അതിൻ്റെ ഉപകാരം കിട്ടുന്നത് ആർക്കാണോ നമ്മൾ കൊടുത്തത് അവനാണല്ലേ, ഫക്കീറിനാണ്. പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ്. പക്ഷേ അൽ മുസ്തഫീദുൽ ഹഖീഖി, അതിൻ്റെ ഒറിജിനൽ ഉപഭോക്താവാര? ഫക്കീറല്ല, ഗനിയ, കാരണം എന്താ അറിയോ? ഈ ചെലവഴിച്ചവൻ നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ചെലവഴിച്ചവൻ ഈ സദഖ കൊണ്ട് വാങ്ങുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, അവൻ്റെ പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ്, ദുനിയാവിൽ അവൻ്റെ സ്വത്തിലുള്ള ബർക്കത്താണ്, ആഖിറത്തിൽ അവനുള്ള പ്രതിഫലമാണ്. ശരിക്കും മനസ്സിലായിക്കൊള്ളി. ഈ 4 കൊടുത്തോന് കിട്ടുന്നുണ്ട്, വാങ്ങിയവന് പൈസ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വാങ്ങിയവന് ദുനിയാവിലും അവൻ്റെ ആവശ്യമേ തീർന്നിട്ടുള്ളൂ. കൊടുത്തവനോ
കൊടുത്തവൻ ഈ സദഖ കൊണ്ട് 1 അള്ളാഹുവിൻ്റെ തൃപ്തി വാങ്ങി, 2 മഗ്ഫിറത്തു ദുനൂബ് അവൻ്റെ പാപമോചനം വാങ്ങി, 3 അൽ ബർക്കത്തു ഫി ദുനിയ ദുനിയാവിൽ അവൻ്റെ ബാക്കിയുള്ള സ്വത്തിൽ ബർക്കത്ത് കിട്ടി, 4 അസ്സവാബു ഫിൽ ആഖിറ. 4 കാര്യങ്ങളാണ്. അപ്പോൾ സത്യത്തിൽ സഹോദരന്മാരെ സദഖ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്താ? സദഖ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും നമ്മളും തമ്മിലുള്ളൊരു കച്ചവടമാണ്. ഹൽ അതുല്ലുക്കും അലാ തിജാറ എന്നല്ല അള്ളാഹ് ചോദിച്ച്, ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സുബ്ഹാനല്ലാഹ്. 3-ാമത്തെ കാര്യം, അമലുകൾ സ്വീകരിക്കുന്നതിൻ്റെ രഹസ്യം. അതെന്താ? വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ലാ. അതാണ് രഹസ്യം. ഇബ്തിഗാഅ വജ്ഹില്ലാ, അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇബ്തിഗാഅ വജ്ഹില്ലാ നമ്മൾ വിശദീകരിച്ചല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളി. സദഖയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിയിലല്ല, പിന്നെയോ അതിൻ്റെ ക്വാളിറ്റിയിലാണ്. ലൈസത്ത് ഖീമത്തു സദഖ ഫീ മിഖ്ദാരിഹാ ഇന്നമാ ഫി ഏഷ് ഫി നിയ്യത്തിഹാ. എത്ര കൊടുത്തു എന്നുള്ളതല്ല, മറിച്ച് കൊടുക്കുമ്പോഴുള്ള ഹൃദയത്തിലെ നിയ്യത്തെന്ത് എന്നതാണ്. ചിലപ്പോൾ ചില ആൾക്കാർ ലക്ഷങ്ങൾ ചിലവാക്കും. എന്തിന്? അവരെ പ്രശംസിക്കാൻ, അവർക്ക് അവരുടെ പത്രം, അവരുടെ ഫോട്ടോ പത്രത്തിൽ വരാൻ, അവർ വലിയ ഔദാര്യവാനാണെന്ന് പറയാൻ. പക്ഷെ അള്ളാൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒന്നും ഉണ്ടാവില്ല. എന്നാൽ മറ്റു ചിലർ 1 ദിർഹമേ ചിലവാക്കിയിട്ടുണ്ടാവുള്ളൂ. അത് ഇഖ്ലാസോടു കൂടിയായിരിക്കും. അതിന് ഭയങ്കര പ്രതിഫലമുണ്ടാവും. സുബ്ഹാനല്ലാഹ്. 4-ാമത്തെ കാര്യം, അള്ളാഹു നമ്മൾ ചെയ്ത ഒരു നന്മയും ചെലവാക്കിയ ഒരു നാണയത്തൊട്ടും അള്ളാഹു പാഴാക്കൂല. ഒക്കെ അതിൻ്റെ പ്രതിഫലം പൂർത്തിയായി തരും. ഒട്ടും അനീതി കാണിക്കൂല. ശരിക്കും ശ്രദ്ധിച്ചോ. വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ എന്നാണ് പറഞ്ഞത്. ഖൈറിൻ എന്ന് പറഞ്ഞാൽ പണം എന്നല്ല, എന്ത് നന്മകൾ ചെയ്താലും. സമ്പത്ത് കൊണ്ടുള്ള നന്മയാകാം, നിങ്ങളുടെ സമയമായിരിക്കാം, നിങ്ങളുടെ മാൻ പവർ ആയിരിക്കാം, നിങ്ങളൊന്ന് പുഞ്ചിരിച്ചതായിരിക്കാം, നിങ്ങളൊരു നല്ല വാക്ക് പറഞ്ഞതായിരിക്കാം, ആരും അറിയാതെ രഹസ്യമായി ചെയ്ത ഒരു നന്മയായിരിക്കാം. ഒക്കെ മഹ്ഫൂദുൻ ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടും. യൗമുൽ ഖിയാമത്തിൽ പരിപൂർണമായി തിരിച്ചു കിട്ടും. ഇരട്ടി എത്രയോ 700-ലൊക്കെ അധികം ഇരട്ടിയായിട്ട് ആഖിറത്തിലും ബർക്കത്തായിട്ട് തിരിച്ചു കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. ചില കാര്യങ്ങൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഒന്നാമത്തേത്, ഒരിക്കലും നമ്മുടെ ദഅവത്ത് യഥാർത്ഥത്തിൽ ജനങ്ങൾ എത്ര സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകരുത്. സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ദഅവത്ത് എൻ്റെ ബാധ്യതയാണ്. നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ നന്മ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ബാക്കി അള്ളാഹ്ക്ക് വിടുക. ക്ലിയർ അല്ലേ? 2-ാമത്തെ കാര്യം സഹോദരന്മാരെ, നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ അതിന് പകരം പ്രതീക്ഷിക്കാതിരിക്കുക. നന്മ നമ്മൾ ചെയ്തോളി, പകരം പ്രതീക്ഷിക്കട്ട. ഒരാളെ നമ്മൾ സഹായിച്ചാൽ, ഒരു ഫക്കീറിന് ഭക്ഷണം കൊടുത്താൽ, അയൽവാസിക്കൊരു സഹായം ചെയ്തു കൊടുത്താൽ, മുസ്ലിം അല്ലെങ്കിൽ പോലും ഷെയ്ഖ് അടിവരട്ടോളി. അതാണ് ഈ ആയത്ത്. അതിനുള്ളതാണ് 272. നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട, കൊടുക്കി, അതിൽ നന്മയുണ്ടാവും. മനസ്സിലായില്ലേ? 3-ാമത്തെ കാര്യം സഹോദരങ്ങളെ, എല്ലാ സദഖയുടെ മുമ്പും, ഏതൊരു സാലിഹായ അമൽ ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ നിയ്യത്ത് ശരിയാക്കിക്കൊണ്ടിരിക്കണം, നിയ്യത്ത് പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയണം, അള്ളാഹുവേ, ഞാൻ നിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യണത് കേട്ടോ. നമ്മൾ ഉള്ളിലിങ്ങനെ ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അള്ളാഹുവേ, ഞാൻ നിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണേ ചെയ്യണത്. മനസ്സിലായില്ലേ? ഏറ്റവും അവസാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു നന്മ ചെയ്തു, അതാരും പരിഗണിച്ചില്ല എന്ന് വെക്കുക.
ആരും പരിഗണിച്ചില്ല എന്ന് വെക്കുക. അപ്പോൾ നമുക്ക് എന്താ തോന്നൽ? നമുക്ക് വിഷമം തോന്നാൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസിക്കും. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്താ, നമുക്ക് ഇതിനു വേണ്ടിയാ. അപ്പോൾ ഒരാൾ പരിഗണിച്ചില്ല, ഒരാളത് എടുത്തു പറഞ്ഞില്ല, ആ റിപ്പോർട്ടിൽ എൻ്റെ പേരില്ല. നോ, വിടടോ, റിപ്പോർട്ടിൽ പേര് വേണ്ട. അള്ളാഹുവിൻ്റെ റിപ്പോർട്ടിൽ പേരുണ്ടാകും. അജ്റുക ഇൻദല്ലാഹ് ലാ ഇൻദന്നാസ്. നിൻ്റെ പ്രതിഫലം ഉണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ അടുത്താണ്, ജനങ്ങളുടെ അടുത്തല്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? അതുകൊണ്ട് സാധാരണ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ആയത്ത് നമ്മോട് പറയുന്നത് ജനങ്ങളുടെ ഹൃദയം മാറ്റാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങളവർക്ക് ഇഖ്ലാസോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന ഒന്നും എന്താക്കില്ല, പാഴാക്കുകയില്ല. അള്ളാഹുവാണ് ഹിദായത്ത് നൽകുന്നവൻ. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഹിദായത്ത് നൽകാൻ നിങ്ങളോട് എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അതെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.